ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലൈവ് മീഡിയ PLR. ഞാൻ നിങ്ങളുടെ സ്വന്തം മുഖിൻ പെരുവല്ലൂർ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന മാരുതി സുസുക്കി ബ്രസയിൽ ചെയ്തിരിക്കുന്ന MG accessories ആണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ വണ്ടിയിൽ ബാക്കിൽ ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. ബാക്ക് പ്രൊഫൈൽ നോക്കാം ഫസ്റ്റ്, പിന്നെ അതുപോലെ നമുക്ക് ഫ്രണ്ട് പ്രൊഫൈൽ കാണാം, സൈഡ് പ്രൊഫൈൽ കാണാം, ഇൻറ്റീരിയർ എന്താണ് ചെയ്തിരിക്കുന്നത് നോക്കാം. നമുക്കത് സ്കിഡ് പ്ലേറ്റ്, ഇതാണ് സ്കിഡ് പ്ലേറ്റ്, റിയർ സ്കിഡ് പ്ലേറ്റ്. ഇത് ട്രങ്ക് സിൽ ഗാർഡ്, പിന്നെ ബാക്ക് ഡോർ ഗാർണിഷ് രണ്ടും വന്നിട്ടുണ്ട് ഇതിൽ. പിന്നെ RPS ഓൾറെഡി വണ്ടി വരുമ്പോണ്ട്. അപ്പോൾ നമുക്ക് ഒരു മിനിറ്റ് പാൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് സെറ്റായിട്ട് കാണാം. ഇത് ട്രങ്ക് സിൽ ഗാർഡ്, ഇതാണ് ട്രങ്ക് സിൽ ഗാർഡ്. ഇത് ബാക്ക് ഡോർ ഗാർണിഷ്. ബാക്ക് ഡോർ ഗാർണിഷ് എന്ന് പറഞ്ഞാൽ ഡിക്കിയുടെ അടിയിൽ വരുന്നതാണ് ബാക്ക് ഡോർ ഗാർണിഷ്. ബാക്ക് ഡോർ ഗാർണിഷ് ചെയ്യുന്നത്. പിന്നെ റിയർ മിഡ് റിയർ മിഡ് ഗാർണിഷ്, ക്രോം അല്ല, റിയർ മിഡ് ഗാർണിഷ്. ഇത് വൈറ്റ്, അതുപോലെ സിൽവർ, ഗ്രേ, റെഡ് വണ്ടികൾക്കാണ് ലുക്ക്. ബ്ലാക്ക് വണ്ടിക്ക് ഇത് വെച്ച് കഴിഞ്ഞാൽ ലുക്ക് ഉണ്ടാവില്ല. ട്രങ്ക് സിൽ ഗാർഡ് നമ്മൾ വണ്ടിയിൽ വയ്ക്കുന്ന ഒരു പ്രത്യേക ലുക്കാണ്. പിന്നെ റിയർ മിഡ് ക്രോം ഗാർണിഷ്, അതൊക്കെയാണ് നമ്മൾ ബാക്ക് പ്രൊഫൈലിൽ ചെയ്യുന്നത്. പിന്നെ ഇതിലൊരു എക്സ്റ്റൻഡർ ഉണ്ട്, റിയർ സ്കിഡ് പ്ലേറ്റിൻ്റെ എക്സ്റ്റൻഡർ. അതും കൂടി ചെയ്താലേ വണ്ടി ഒരു പ്രത്യേക ലുക്ക് വരും കേട്ടോ. ഇത് നമ്മുടെ ബെൽറ്റ്, എന്താ പറയുക, വിൻഡോ ബെൽറ്റ് ഫ്രെയിം എന്നൊക്കെ ചിലവർ പറയും, പക്ഷേ വിൻഡോ ഫ്രെയിം കിറ്റ് എന്നാണ് അതിൻ്റെ പേര്. ഔട്ടർ വെതർ സ്ട്രിപ്പ് നമ്മൾ വരുന്ന ക്രോം, അതിനാണ് വിൻഡോ ഫ്രെയിം കിറ്റ് എന്ന് പറയുക. പിന്നെ നമുക്ക് വരുന്നത് ബോഡി സൈഡ് മോൾഡിങ്. ഇതാണ് ക്രോം വിത്ത് സിൽവർ വിത്ത് ക്രോം. ഇത് സിൽവർ വിത്ത് റെഡും വരുന്നുണ്ട്. പിന്നെ സൈഡ് സ്കിഡ് പ്ലേറ്റ്, രണ്ട് സൈഡിലും കൂടി വരും ഈ സ്കിഡ് പ്ലേറ്റ്. റണ്ണിങ് ബോർഡ് വരുന്നതാണ് ഈ സ്കിഡ് പ്ലേറ്റ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റെയിൻ ഗാർഡ് ഇതിൽ ഒട്ടിച്ചിട്ടില്ല, റെയിൻ ഗാർഡ് ഒട്ടിച്ചിട്ടില്ല ഈ വണ്ടിയിൽ. ഫ്രണ്ട് പ്രൊഫൈലിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇതിലൊക്കെ കാണാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഇതിൽ സൈഡ് പ്രൊഫൈലിൽ വീൽ ആർച്ച് കിറ്റ് ചെയ്തിട്ടില്ല കേട്ടോ ഈ വണ്ടിയിൽ. ഇതിൽ ഫോഗ് ലാമ്പ് വിത്ത് ക്രോം ചെയ്തിട്ടുണ്ട്, ഫോഗ് ലാമ്പ് വിത്ത് ക്രോം. അതുപോലെ തന്നെ ഫ്രണ്ട് സ്കിഡ് പ്ലേറ്റ് ചെയ്തിട്ടുണ്ട് ഈ വണ്ടിയിൽ. ഫ്രണ്ട് സ്കിഡ് പ്ലേറ്റ്, ഇതാണ് ഫ്രണ്ട് സ്കിഡ് പ്ലേറ്റ്. ഫ്രണ്ട് എക്സ്റ്റൻഡർ ചെയ്തിട്ടില്ല, അത് ചെയ്താലും കൂടി ഒരു ഭംഗി വരും. ഫ്രണ്ട് ഗ്രിൽ ഗാർണിഷ് ചെയ്തിട്ടുണ്ട്, അതാണ് ആ സിൽവർ പീസ് വരുന്നത് ആ ഗ്രില്ലിന്. അപ്പോൾ അത്രയ്ക്കാണ് നമ്മൾ ഈ വണ്ടിയിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സീറ്റ് ഓവർ ഇട്ടിട്ടുണ്ടോ നോക്കാം. സീറ്റ് ഓവർ ഇട്ടിട്ടില്ല, ഇൻറ്റീരിയർ ഒന്നും ചെയ്തിട്ടില്ല. ആകെ നമ്മൾ ഡോർ സിൽ ഗാർഡ് നോർമലി അത് മാത്രമാണ് ചെയ്തിരിക്കുന്നത്. വിനൈൽ മാറ്റും 3D മാറ്റും ഒന്നും തന്നെ ചെയ്തിട്ടില്ല, സീറ്റ് ഓവർ പോലും ചെയ്തിട്ടില്ല. അപ്പോൾ ഇനിയും പുതിയ വീഡിയോകളായി നിങ്ങൾക്ക് മുന്നിലെത്തണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പോൾ നാളെ വേറെ വീഡിയോയുമായിട്ട് നിങ്ങൾക്ക് മുന്നിലെത്താമെന്ന് വിശ്വസിച്ച് നിർത്തുന്നു. ലൈവ് മീഡിയ PLR മുഖിൻ പെരുവല്ലൂർ.